ഹലോ, എൻ്റെ പേര് അജേഷാണ്. ഇതെൻ്റെ വൈഫ് സുജിത. താമസിക്കാൻ ഞങ്ങൾ 2004 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് താമസിക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നത് ഡൽഹിയിലായിരുന്നു, ഡൽഹി NCRൽ. ആ സമയത്ത് കുട്ടി ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ട്രൈ ചെയ്തിരുന്നു. ട്രയൽസ് സക്സസ്ഫുൾ ആവാതായപ്പോൾ ഞങ്ങൾ കുറേ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടു. ഒരു 6 പ്രാവശ്യമായിട്ട് ഞങ്ങൾ IUI ചെയ്തിട്ടുണ്ട് അവിടെ ഡൽഹി NCRൽ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് മുംബൈയിലേക്ക് ട്രാൻസ്ഫർ എടുത്ത് വന്നപ്പോൾ ബോംബെയിലും കുറേ ട്രൈ ചെയ്തു. ബോംബെ വന്നിട്ട് ഞങ്ങൾ ICSI IVF 4 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും സക്സസ് കിട്ടാതായപ്പോൾ 2010-12 ഞങ്ങളിവിടെ നാട്ടിൽ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. സുജി എന്നാണ് വിളിക്കുക. സുജി താമസിക്കുന്ന സ്ഥലം ഇവിടെ തൃശ്ശൂരാണ്. തൃശ്ശൂർ എത്തിയപ്പോഴാണ് ഞങ്ങൾ ക്രാഫ്റ്റിനെ പറ്റിയിട്ട് കേട്ടത്. അതുവരെ ഞങ്ങൾക്ക് ക്രാഫ്റ്റിനെ പറ്റി അറിയില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞങ്ങൾക്കിന്ന് കുട്ടി ഉണ്ടെങ്കിൽ ക്രാഫ്റ്റ് കാരണമാണ്. ആ ക്രാഫ്റ്റ് എവിടെയാണ്? തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾക്ക് ആകെ 1.5 മണിക്കൂർ ദൂരത്താണ്. അപ്പോൾ ഇവിടെ ക്രാഫ്റ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്താ നടന്നതെന്ന് ഇനി അടുത്തത് സുജി പറയട്ടെ. സോ ഞങ്ങളുടെ 4 പ്രാവശ്യം മിക്സി ഫെയിലായപ്പോൾ ഓണസ്റ്റ്ലി വി ഹാഡ് ഗിവൺ അപ്പ് ഹോപ്സ്. ഇനിയും നാച്ചുറലി എന്തായാലും പറ്റില്ല, IVFും പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിൽ എത്തിയിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് അഡോപ്ഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർനെസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ക്രാഫ്റ്റ് റെക്കമെൻഡ് ചെയ്തത്. പരിചയത്തിലുള്ള ഒരുപാട് പേർക്ക് ഇവിടെ വന്നിട്ട് സക്സസ് ഉണ്ടായിട്ടെന്ന് കേട്ടിരുന്നു. സോ വി വാണ്ടഡ് ടു ട്രൈ ആൻഡ് ഓണസ്റ്റ്ലി ഇതൊരു ലാസ്റ്റ് റിസോർട്ട് പോലെയാണ് ഞങ്ങളിവിടെ വന്നത്. 2012 വന്നത്. ആദ്യം കണ്ടത് ഡോക്ടർ അഷ്റഫിനെ ആയിരുന്നു. ഡോക്ടർ അഷ്റഫ് ഞങ്ങളുടെ ഫുൾ കേസ് ഹിസ്റ്ററി നോക്കിയിട്ട് പറഞ്ഞു ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് കേസ്, ബട്ട് ഹീ ഡിഡ് ഗിവ് അസ് ഹോപ്സ്. ആൻഡ് ദ ബെസ്റ്റ് തിങ് വാട്ട് വി ലൈക്ക് ടു ഇസ് ഹീ ഡിൻ ഹറി. ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ 2 പേരുടെയും വെയിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 10 kg കുറയ്ക്കാണ്ട് വി വിൽ നോട്ട് സ്റ്റാർട്ട് ട്രീറ്റ്മെൻറ്റ്. സോ അത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വന്നു, പ്രോബ്ലി ദിസ് ഇസ് ദ റൈറ്റ് മെത്തേഡ്. വി വെൻ ബാക്ക്. ഞങ്ങൾ 2 പേരും വി വർക്ക്ഡ് ഓൺ അവർ ഫിസിക്. 2 പേരും തടി കുറച്ച് വന്നു. ഐ തിങ്ക് ഇറ്റ് ഹെൽപ്ഡ് ഇൻ ടേംസ് ഓഫ് ഇംപ്രൂവിങ് ദി ആയുർവേദ ഓയിൽ. there was lot of ആയുർവേദ കിറ്റ് കുറേ സാധനങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു ഇവിടുന്ന്. അത് കഴിഞ്ഞ് വന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഐ തിങ്ക് ക്രാഫ്റ്റ് ഹാസ് ദ ബെസ്റ്റ് ടീം. ദർ വാസ് എ യൂണിറ്റ്. ഡോക്ടർ അഷ്റഫ് പിന്നെ ഞങ്ങളോട് പറഞ്ഞു ഡോക്ടർ സങ്കൽപ്പ് ഈസ് ഗോയിങ് ടു ടേക്ക് ചാർജ് ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു ബി ദി പേഴ്സൺ ഫോർ യു. ഡോക്ടർ സങ്കൽപ്പ് എന്നെ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹോപ്പ് വന്നു. ഹീ ഈസ് സോ പോസിറ്റീവ് ദാറ്റ് വി felt that whatever time, money that you invest in, it will not go waste. അതുകൊണ്ട് ഞങ്ങൾ വളരെ പെർസിസ്റ്റൻ്റ് ആയിട്ട് there was time that മുംബൈയിൽ നിന്ന് ഞങ്ങൾ എല്ലാ വീക്കെൻഡിലും ഇവിടെ വരുമായിരുന്നു. എല്ലാ സാറ്റർഡേ we were here for treatments. That time it was not easy for us to afford flight for every week to come. So we used to come in train, we used to go back in train. It was not easy for us, but we were very sure that we want to have a baby, biological child, and we trusted in the team, Dr. Ashraf, Dr. Sankalp. 2012 ഞങ്ങൾ ഇവിടെ വന്നു. 2013 ആസ്പിറേഷൻ കഴിഞ്ഞ് we had about 6 embryos frozen. അതിൽ ഫസ്റ്റ് 3 embryos ട്രാൻസ്ഫർ ചെയ്തു and we were lucky. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി and we had our first son in Ayush. He's born in 2014 April. സത്യം പറഞ്ഞു വെച്ചാൽ ഈ ക്രാഫ്റ്റിൻ്റെ ബിൽഡിംഗ് കാണുന്നത് വരെ പിന്നെ എന്താണ് ഡോക്ടർ അഷ്റഫിനെ കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡോക്ടർ സങ്കൽപ്പിനെ കാണുന്നതിന് മുമ്പ് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ബോംബെയിലത്തെ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയതാണ്, ഡൽഹിയുടെ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയതാണ്. ഫെയിലായിട്ട് വി ആർ പ്രിറ്റി സാഡ്. അതിൻ്റെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും വലിയൊരു ബിൽഡിംഗ്. It's as big as my office building in Mumbai today. So many want to be mothers. When you see them, you feel you get a positive vibe. You feel that okay, you also can probably have a baby. Well, like she mentioned, we had our first baby in the year 2014 and ആ സമയത്ത് ഞങ്ങൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എംബ്രിയോസ് ഉണ്ടായിരുന്നു, ഫ്രീസറിൽ കിടക്കണ്ടായിരുന്നു. അതിൻ്റെ പേയ്മെൻറ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. എന്നെങ്കിലും 1 more baby ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരാം എന്നുള്ള ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആൻഡ് കോൾ ഇറ്റ് ദി കോവിഡ് ടൈംസ് ഓർ വട്ടെവർ. ആൾക്കാർ കൊറോണയെ പേടിച്ചിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ബോംബെയിൽ നിന്ന് പുറപ്പെട്ടു കാർ എടുത്തിട്ട് വി ഡ്രോവ് ഡൗൺ, വി കെയിം ഡൗൺ ടു കേരള. വി ടുക്ക് എ ഡിസിഷൻ, യെസ് ഐ തിങ്ക് വി ഹാവ് ദ ടൈം ടു ആക്ച്വലി ട്രൈ ആൻഡ് ഹാവ് സെക്കൻഡ് ബേബി. വൈ ഡോണ്ട് വി ഗോ ആൻഡ് ട്രൈ ദാറ്റ്? ആ സമയത്ത് ഞങ്ങൾ ഇവിടെ എപ്പോഴാണ് മെയ് ജൂണിലോ എപ്പോഴാണ് വന്നത്? മെയ് എൻഡിൽ നമ്മളെത്തി. 1 month ക്വാറന്റൈൻ കഴിഞ്ഞിട്ട്
June we started treatment, and Dr. Sankalp said, ella testing cheyittu varnu your endometrium is ready, we can do the transfer immediately. Now, that was a surprise. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ it was a long preparation time that we required. But the second time that we came in, it occurred so naturally and progression was so fast. The first time doctor met up with her, checked her out, said she is perfect. And Immediately next it can month, happen anytime now. 6th July നാണ് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തത്, ആൻഡ് ഐ തിങ്ക് ഇൻ 2 weeks time it is positive and we are here. ഇപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞ ടുഡേ 7th day, മോളെ കൊണ്ട് വീട്ടിൽ പോവാണ്. സോ ദിസ് ഈസ് പ്രോബബ്ലി our last experience with ക്രാഫ്റ്റ്. ബട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത ക്രാഫ്റ്റ് ടീമിനോട് ഒരുപാട് നന്ദിയുണ്ട്. The last time it was Dr. Ashraf, it was Dr. Sankalp, this time it was Dr. Alisha. Well, I would say all of them put together have actually helped us make a family complete. So we got a son and a daughter today, and we're pretty happy about it. Craft Fertility Center, caring couples.